ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം. അത് നമ്മൾ അന്ന് റെഡ്യൂസ്ഡ് മാസ് പറഞ്ഞ സമയത്ത് ചെറുതായിട്ട് സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയിരുന്നു, അതാണിപ്പോൾ പറയുന്നത്. നമ്മളടുത്ത് എന്തുണ്ട്? M1 M2 എന്ന രണ്ട് മാസുകളുണ്ട്. M1ൻ്റെ പൊസിഷൻ വെക്ടറാണ് R1, M2ൻ്റെ പൊസിഷൻ വെക്ടറാണ് R2. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ അതുപോലെ M1 M2 തമ്മിലുള്ള സെപ്പറേഷൻ വെക്ടറാണ് ഈ R, സ്മോൾ r. പിന്നെ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റാണ് R. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ R എങ്ങനെയാണ് കണ്ടെത്തുക? അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. R ഈസ് ഈക്വൽ ടു M1 R1 പ്ലസ് M2 R2 ബൈ M1 പ്ലസ് M2. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പ്ലസ് 2 പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ M1 R1 ഒക്കെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഈ ഒരു വെക്ടറിൻ്റെ ഇത് നമുക്ക് കിട്ടും. ഈ വെക്ടർ എന്താ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതൊന്നും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ റെഡ്യൂസ്ഡ് മാസ്, ഇത് സെൻട്രൽ ഫോഴ്സിനാൽ ഇൻട്രാക്ട് ചെയ്യപ്പെടുന്ന രണ്ട് മാസുകളാണ് M1 M2. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസുകളെ നമ്മൾ ഒറ്റ മാസമായി റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ്ഡ് മാസ് കൺസെപ്റ്റൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഈ M1 M2ൻ്റെ റെഡ്യൂസ്ഡ് മാസ് എന്താണ്? M1 M2 ബൈ M1 പ്ലസ് M2. അതൊക്കെ അന്ന് പറഞ്ഞതാണ്. ഇനി R1 R2 നമുക്ക് ഈ സെപ്പറേഷൻ വെക്ടറിൻ്റെയും സെൻറ്റർ ഓഫ് മാസിൻ്റെ വെക്ടർ, പൊസിഷൻ വെക്ടറിൻ്റെയും ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതന്ന് പറഞ്ഞതാണ്, ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. R1 എങ്ങനെ എഴുതാം? R1 ഈസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസ് പ്ലസ് M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു പൊസിഷൻ, ദിസ് റിലേറ്റീവ് വെക്ടർ. അതുപോലെ R2 എങ്ങനെ എഴുതാം? സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ മൈനസ് M1 ബൈ M1 പ്ലസ് M2 R. ഇവിടെ R1 ആണ്, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ 1. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാണ്. R1 നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഈ ഒരു R പ്ലസ് ഈ ഒരു വെക്ടർ, അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ പ്ലസ് 2-ലൊക്കെ പഠിച്ചതാണ്. വെക്ടർ സം എടുക്കുമ്പോൾ ഇതേ പ്ലസ് ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മാണ് ഈ R1. അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ R2 എന്ന് പറഞ്ഞാൽ ഇതേ പ്ലസ്, പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ശരിക്കുള്ളത് ആറിൻ്റെ, അതുകൊണ്ട് ഒരു മൈനസ് സൈൻ ഇവിടെ വേണം, പിന്നെ ഇങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ ആറിൻ്റെ ഈ സെപ്പറേഷൻ വെക്ടറിൻ്റെ ഇത്ര ഫ്രാക്ഷനാണ്, ഇത്ര ഫ്രാക്ഷൻ. ഇവിടെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ സെപ്പറേഷൻ വെക്ടറിൻ്റെ ഇത്ര ഫ്രാക്ഷനാണ്. ഓക്കെ. ഇനി ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, നമ്മുടെ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതിൻ്റെ വെലോസിറ്റി, M1ൻ്റെ M2ൻ്റെ വെലോസിറ്റി കാണാൻ വളരെ എളുപ്പമല്ലേ? നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റിലെ വെലോസിറ്റിൻ്റെ ടേമിൽ എഴുതാൻ പറ്റും. ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എന്ത് എഴുതാം? ഈ ഒന്നാമത്തെ ഇക്വേഷനെ രണ്ട് സൈഡിലും ടൈം ഡെറിവേറ്റീവ് എടുത്തു. അങ്ങനെയാണെങ്കിൽ V1 കിട്ടും. V1 ഈസ് ഈക്വൽ ടു dR1 ബൈ dt ഈസ് ഈക്വൽ ടു VCM, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി. dR1 ബൈ dt എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുക, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ VCM പ്ലസ് M2 ബൈ M1 പ്ലസ് M2, ഇതിൻ്റെ റിലേറ്റീവ് വെക്ടറിൻ്റെ ടൈം ഡെറിവേറ്റീവ്. സപ്പോസ് ദാറ്റ് ഈസ് V, സ്മോൾ ലെറ്റർ V. നമുക്ക് V1 അങ്ങനെ കിട്ടും. V1 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? V1 ഇങ്ങനെ കിട്ടും. അതുപോലെ V2 അതുപോലെ കിട്ടും. V2 ഈസ് ഈക്വൽ ടു, ഇവിടെ വെക്ടർ ഉണ്ട് കേട്ടോ. V2 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ R2ൻ്റെ ടൈം ഡെറിവേറ്റീവ്. അപ്പോൾ ആദ്യം സെൻറ്റർ ഓഫ് മാസിൻ്റെ ഈ ക്യാപിറ്റൽ Rൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ VCM, പിന്നെ ഇവിടെ മൈനസ്, പിന്നെ മറ്റേ M1ഉം M2 ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോറി, ഇവിടെ M2 ആയിരുന്നു, ഇവിടെ M1 ആണ്. M2 പിന്നെ ഈ Rൻ്റെ ടൈം ഡെറിവേറ്റീവ്, അത് V. ഒന്നാമത്തെ ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഇക്വേഷൻ ഇത്. അപ്പോൾ വെലോസിറ്റി നമുക്ക് ഈ ഫ്രെയിമിൽ പറയുമ്പോൾ, നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത ഈ ഒരു ഫ്രെയിമിൽ ഇതിൻ്റെ വെലോസിറ്റി, നമ്മൾ ഒന്നാമത്തെ മാസ് M1ൻ്റെ വെലോസിറ്റിയാണിത്.
അതെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി പ്ലസ് ആ റിലേറ്റീവ് വെക്റ്ററിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ എത്ര ഫ്രാക്ഷൻ m2/m1 + m2 ഫ്രാക്ഷൻ, അതാണ് v1. പിന്നെ v2 എന്ന് പറഞ്ഞാൽ അതായത് m2വിൻ്റെ വെലോസിറ്റി ഇൻ ദിസ് ഫ്രെയിം ഈസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി, പിന്നെ അതിൽ നിന്ന് എന്ത് കുറക്കുക, m1/m2 ഫ്രാക്ഷൻ ഈ റിലേറ്റീവ് വെക്റ്ററിൻ്റെ ടൈം ഡെറിവേറ്റീവ് കുറക്കുക. അപ്പോൾ m2വിൻ്റെ വെലോസിറ്റി കിട്ടും. ഇനി നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇഫ് വി ചൂസ് our frame, our coordinate, if we choose center of mass coordinate system, സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്താൽ എന്താണ് അവസ്ഥ? അതായത് നമ്മൾ എന്ത് എടുക്കേണ്ടി വരും? സെൻറ്റർ ഓഫ് മാസ് ഒറിജിനായിട്ട് എടുക്കേണ്ടി വരും. അതായത് ഈ ഒരു പോയിൻ്റ് ഒറിജിനായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്ററുകൾ എന്തായി മാറും? നമ്മളന്ന് പറഞ്ഞതാണ് r1 എന്നുള്ളത് എന്തായി മാറും? ഇവിടെ നമ്മൾ r0 കൊടുക്കേണ്ടി വരും, ഇത് 0 കൊടുക്കേണ്ടി വരും. പിന്നെ ആ ഒരു ഫ്രെയിമിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിലുള്ളൊരു ഒബ്സർവറെ സംബന്ധിച്ച് VCM 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ r1 എന്തായിരിക്കും? m2/m1 + m2 r. അതുപോലെ r2 എന്നുള്ളത് എന്തായിരിക്കും? m1/m1 + m2 r. ഇതുപോലെ വെലോസിറ്റികൾ എന്തായിരിക്കും? v1 ഒന്നാമത്തെ മാസിൻ്റെ വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ എന്തായിരിക്കും? m2/m1 + m2 ഇൻറ്റു റിലേറ്റീവ് വെക്റ്ററിൻ്റെ വെലോസിറ്റി. m2വിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? v2 = m1/-m1 ഇവിടെ മൈനസ് ഇല്ലേ, അപ്പോൾ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ മൈനസ് അവിടെ തന്നെ ഉണ്ടാവും. m1 + m2 v. ഇങ്ങനെ ആയിരിക്കും വെലോസിറ്റി ഉണ്ടാവുക. അങ്ങനെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റിലെ പൊസിഷൻ വെക്റ്റർ ഉണ്ടാവുക. ഞാൻ ആക്സിലറേഷൻ വേണമെങ്കിൽ ഇതിൻ്റെ ടൈം ഡെറിവേറ്റീവ് അഗൈൻ എടുക്കുക. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം കണ്ടെത്തുക. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് ടോട്ടൽ മൊമെൻറ്റം കണ്ടെത്തുക. ടോട്ടൽ മൊമെൻറ്റം മീൻ CM ഫ്രെയിം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം കാണാൻ എന്താ ചെയ്യുക? ടോട്ടൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു P ടോട്ടൽ. ടോട്ടൽ മൊമെൻറ്റം P ടോട്ടൽ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ പ്ലസ് മൊമെൻറ്റം ഓഫ് ദിസ് പാർട്ടിക്കിൾ. അപ്പോൾ m1 v1 + m2 v2 അല്ലേ? സം ഓഫ് ദ മൊമെൻറ്റം. അപ്പോൾ ആദ്യം ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം. അപ്പോൾ നമ്മൾ മൊമെൻറ്റം കാണുന്നത് CM ഫ്രെയിമിൽ നിന്നാണ്. അപ്പോൾ CM ഫ്രെയിമിലെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ വെലോസിറ്റിയാണ് നോക്കേണ്ടി. നമ്മൾ ഈ ഒരു പോയിന്റിൽ സെൻറ്റർ ഓഫ് മാസിൽ നിന്നുകൊണ്ടാണ് m1നെയും m2വിനെയും ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് മെഷർ ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോഴാണ് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് മെഷർ ചെയ്യുന്ന മൊമെൻറ്റം കിട്ടുക. അപ്പോൾ P ടോട്ടൽ എന്താണ്? ആദ്യം m1 v1 + m2 v2. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട, ഇവിടെ v1 CM ആണ് കേട്ടോ. ഇത് CM ഫ്രെയിമിലാണ് ഇതുള്ളത്. CM ഫ്രെയിമിലത്തെ കാര്യങ്ങളാണിത്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നാവുമ്പോഴാണ് r1 ഇത് കിട്ടുക. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നാവുമ്പോഴാണ് r2 ഇത് കിട്ടുക. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നാവുമ്പോഴാണ് v1 ഇത് കിട്ടുക. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നാണ് മെഷർ ചെയ്യുമ്പോഴാണ് v2 ഇത് കിട്ടുക. ഓക്കെ, സാധാരണ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ r1 r2 ഒക്കെ ഇതുപോലെ കിട്ടുക. ഒരു VCM RCM r ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ള ടോട്ടൽ മൊമെൻ്റാണ് കാണുന്നത്. അപ്പോൾ m1 v1 + m2 v2. അപ്പോൾ ഇവിടെ v1 എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റി ആവണം? സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റിലെ വെലോസിറ്റി ആവണം. v2 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റിലെ വെലോസിറ്റി ആവണം. m2വിൻ്റെ വെലോസിറ്റി. v1 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റിൽ നിന്ന് m1ൻ്റെ വെലോസിറ്റി മെഷർ ചെയ്തത്, അതാണ് v1 CM. v2 CM എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് m2വിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴേ നമുക്ക് മൊമെൻറ്റം ഇൻ CM ഫ്രെയിം കിട്ടുള്ളൂ. CM ഫ്രെയിം P ടോട്ടൽ ഇൻ CM. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. v1 CM എന്താണ്? m2/m1 + m2. അത് m1 ഇവിടെ ഉണ്ട്. m2/m1 + m2 v പ്ലസ്
m2 ഇൻറ്റു v2 cm എന്താ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്താ മൈനസ് m1 ബൈ m1 പ്ലസ് m2 v. ഇതെന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. m1 m2 ബൈ m1 പ്ലസ് m2 മൈനസ് m1 m2 ബൈ m1 പ്ലസ് m2 ഇത് 0 ആണ് കിട്ടുക. അതായത് ആ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് എന്താണ് ഒരു പാർട്ടിക്കിള് രണ്ട് പാർട്ടിക്കിൾ എന്താണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ടോട്ടൽ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. ഇനി ടോട്ടൽ എനർജി മെഷർ ചെയ്യുമ്പോഴോ ടോട്ടൽ കൈനറ്റിക് എനർജി മെഷർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? കൈനറ്റിക് എനർജി ഫ്രം സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ് കേട്ടോ. അത് ചെയ്യുന്ന സമയത്ത് ഹാഫ് m1 v1 സ്ക്വയർ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ആണെങ്കിൽ v1 cm ആണ്. സെൻറ്റർ ഓഫ് മാസിൽ നിന്നുള്ള വെലോസിറ്റി ചെയ്ത പ്ലസ് ഹാഫ് m2 രണ്ടാമത്തെ മാസിൻ്റെ കൈനറ്റിക് എനർജി v2 cm സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നുള്ള വെലോസിറ്റി അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഹാഫ് m1 v1 എന്താണ് v1 എന്ന് പറഞ്ഞാൽ m2 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. m2 ബൈ m1 പ്ലസ് m2 v1 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള വെലോസിറ്റി ഇതല്ലേ, ഇതാ m2 ബൈ m1 പ്ലസ് m2 v ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഹാഫ് m2 പിന്നെ v2 എന്താണ് മൈനസ് m1 ബൈ m1 പ്ലസ് m2 v ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താ ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു v ഡോട്ട് v പ്ലസ് ഹാഫ് m2 പിന്നെ ഇതിൻ്റെ m2 m1 ബൈ m1 പ്ലസ് m2 ഇങ്ങനെയാണ് വെക്റ്ററിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെയുണ്ട് അതിനെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുക. ഹാഫ് m1 m2 സ്ക്വയർ ഇവിടെ സ്ക്വയർ അല്ലേ വരിക ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ പിന്നെ v സ്ക്വയർ പ്ലസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹാഫ് m2 m1 സ്ക്വയർ. ഇവിടെ ഈ മൈനസൊക്കെ പോകും സ്ക്വയർ ചെയ്യുമ്പോൾ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ ഇൻറ്റു v സ്ക്വയർ. അപ്പോൾ അത് ടോട്ടൽ കൈനറ്റിക് എനർജി എന്താ കിട്ടുക? കൈനറ്റിക് എനർജി ഫ്രം cm ഫ്രെയിം എന്താ കിട്ടുക? അപ്പോൾ ആദ്യം ഹാഫ് രണ്ടിലും കോമൺ ആണ് ഹാഫ്, പിന്നെ അടിയിൽ m1 പ്ലസ് m2 എല്ലായിടത്തും കോമൺ ആണ് m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ എല്ലായിടത്തും കോമൺ ആണ്. പിന്നെ ഇവിടെ v സ്ക്വയർ കോമൺ ആണ്. പിന്നെ m1 m2 സ്ക്വയർ പ്ലസ് m2 m1 സ്ക്വയർ അത് മാത്രമാണ് രണ്ടിനും വേറെ വേറെ ആയിട്ട് വരിക. അത് സമ്മാക്കി ഇവിടെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഹാഫ് ഇതിലിപ്പോൾ m1 m2 കോമൺ ആണല്ലോ രണ്ടിലും അല്ലേ, അപ്പോൾ രണ്ടിൽ നിന്ന് പുറത്തെടുക്കാം m1 m2 ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ ഇൻറ്റു m1 പ്ലസ് m2. ഇവിടുന്ന് m1 m2 പുറത്തെടുത്താൽ ഒരു m2 ഉണ്ടാവും, ഇവിടുന്ന് m1 m2 പുറത്തെടുത്താൽ ഒരു m1 ഉണ്ടാവും. ഇവിടെ m2 പ്ലസ് m1 ഇൻറ്റു v സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ m2 പ്ലസ് m1 ഇവിടെ ഉണ്ട്, ഇവിടെ m2 പ്ലസ് m1ൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്ക്വയറും പോവും ഇതും പോവും. അപ്പോൾ എന്താ വരിക? അവസാനം കൈനറ്റിക് എനർജി കാണുമ്പോൾ കൈനറ്റിക് എനർജി ഫ്രം cm ഫ്രെയിം ഈസ് ഈക്വൽ ടു ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 v സ്ക്വയർ. നമ്മളെ മറ്റേ വെലോസിറ്റിയാണ്, റിലേറ്റീവ് വെക്റ്ററിൻ്റെ ടൈം ഡെറിവേറ്റീവാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഈ ടേമിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ ടേം
ദിസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് ഈസ് റിഡ്യൂസ്ഡ് മാസ് മ്യൂ വി സ്ക്വയർ. ഇവിടെ നമ്മൾ വെക്റ്റർ ഇടണ്ട, നമ്മൾ സ്ക്വയറാണ് വി സ്ക്വയർ. ഓക്കെ, സ്ക്വയർ ഹാഫ് മ്യൂ വി സ്ക്വയർ. ഓക്കെ, കൈനറ്റിക് എനർജി ഫ്രം സി എം ഫ്രെയിം എന്താണ്? ഹാഫ് മ്യൂ വി സ്ക്വയർ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കാണാൻ ഇങ്ങനെ ഓരോന്നും മാസ് എടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സെൻറ്റർ ഓഫ് മാസിലെ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹാഫ് രണ്ടിനും കൂടി എഫക്റ്റീവായ റെഡ്യൂസ്ഡ് മാസ് പിന്നെ റിലേറ്റീവ് വെക്റ്ററിൻ്റെ വെലോസിറ്റി അതിൻ്റെ സ്ക്വയർ ഹാഫ് മ്യൂ വി സ്ക്വയർ. ഇനി ആംഗുലാർ മൊമെൻറ്റും ഇതുപോലെ കാണാം. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കാണണമെങ്കിൽ ആദ്യം നമുക്ക് ഇൻ സി എം ഫ്രെയിം LCM സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം കാണണമെങ്കിൽ ആദ്യം ഒന്നാമത്തെ മാസിൻ്റെ ആംഗുലാർ മൊമെൻറ്റം അത് R1 ഇൻ CM ആണ് കേട്ടോ. CM ഫ്രെയിമിൽ R1 ക്രോസ് അതിൽ നിന്ന് മെഷർ ചെയ്യുന്ന മൊമെൻറ്റം M1 V1 CM പ്ലസ് ഇനി രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം ആംഗുലാർ മൊമെൻറ്റം R2 ക്രോസ്. ഇതൊക്കെ CM ഫ്രെയിമിൽ നിന്നാണ്, കാരണം CM ഫ്രെയിമിലെ മൊമെൻറ്റം ആണ് കാണുന്നത്. പിന്നെ M2 R ക്രോസ് P അല്ലേ, Pൻ്റെ സ്ഥാനത്താണ് M2 V2 ഫ്രം CM. ഇത് നേരെ നമുക്കുള്ള വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എളുപ്പമാണ്. R1 എന്താ? സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ R1 ഇത് R ക്രോസ് P ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇതാണ് R ക്രോസ് P. ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ R ക്രോസ് P ഇതാണ്, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ഇതാണ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R1 എന്ന് പറഞ്ഞാൽ M2 ബൈ M1 പ്ലസ് M2 R ആണ്. ക്രോസ് M1 V1 CM എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള M1ൻ്റെ വെലോസിറ്റി എന്താ? M2 ബൈ M1 പ്ലസ് M2 V റിലേറ്റീവ് വെക്റ്ററിൻ്റെ വെലോസിറ്റി പ്ലസ് R2 CM എന്താ? M1 ഇതൊന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ R2 CM സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ M2 ബൈ M1 പ്ലസ് മൈനസ് സൈനുണ്ട് മൈനസ് M1 ബൈ M1 പ്ലസ് M2 R ക്രോസ് M2 V2 എന്താണ്? മൈനസ് M1 ബൈ M1 പ്ലസ് M2 V. അപ്പോൾ നേരത്തെ പോലെ തന്നെ വളരെ എളുപ്പമാണ് ഈ കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ എന്താ വരിക? ഇവിടെ എന്ത് വരും? ഈ മാഗ്നിറ്റ്യൂഡുകളൊക്കെ ഒരുമിച്ച് ചെയ്താൽ M1 M2 സ്ക്വയർ ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ പിന്നെ R ക്രോസ് V പ്ലസ് ഇവിടെ മൈനസ് M1 അപ്പോൾ പ്ലസ് M1 സ്ക്വയർ M2 ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ പിന്നെ R ക്രോസ് V. ഇതിൽ കോമൺ ആയിട്ട് ഒരു ടേം ഉണ്ട്. എന്ത് കോമൺ ആയിട്ട് ഏതാണുള്ളത്? R ക്രോസ് V കോമൺ ആണ്. പിന്നെ അടിയിലുള്ള M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ കോമൺ ആണ്. പിന്നെ ഇവിടുന്ന് M1 M2 കോമൺ ആയിട്ട് എടുക്കാം, M1 M2. പിന്നെ ഇവിടുന്ന് M1 M2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ M2 ഉണ്ടാവും, ഇവിടുന്ന് M1 M2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ M1 ഉണ്ടാവും. പിന്നെ R ക്രോസ് V കോമൺ ആയിട്ടുള്ളത്. ഇതും വെട്ടാം, ഇതിന്നൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം മീൻസ് CM ഫ്രെയിം എന്താ കിട്ടുക? M1 M2 ബൈ M1 പ്ലസ് M2 R ക്രോസ് V. R ക്രോസ് V. അപ്പോൾ ഇതെന്താണ് സാധനം? ഇത് റെഡ്യൂസ്ഡ് മാസ്, അതിൻ്റെ ഫോർമാറ്റാണിത്. അതുകൊണ്ട് മ്യൂ, ഇത് നമുക്ക് മ്യൂ എന്ന് വിളിക്കാം, മ്യൂ ഇൻറ്റു R ക്രോസ് V. മറ്റൊരു രീതിയിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്ന് ആംഗുലാർ മൊമെൻറ്റം കാണുമ്പോൾ എന്താണ്? R ക്രോസ് മ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അതിനെ വീൻ്റെ കൂടെ ഇതാ മ്യൂ V, R ക്രോസ് മ്യൂ V.